നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചണ്ണക്കിഴങ്ങ്. സിഞ്ചിബറേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കോസ്റ്റസ് സ്പീഷിയോസസ് എന്നതാണ്. ചണ്ണ, ആനക്കൂവ, നറുംചണ്ണ എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ കേവുക, ദശസാരിണി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. കേരളത്തിലെ മിക്ക അർദ്ധ നിത്യഹരിത വനങ്ങളിലും ഇവയെ കാണാം. നിലമ്പൂർ കാടുകളിൽ ധാരാളമായി ഇവ കണ്ടുവരാറുണ്ട്. 1 മീറ്റർ വരെ ഉയരത്തിൽ കാണുന്ന ചിരസ്ഥായി ഔഷധിയാണ് ഈ സസ്യം. ഇവയുടെ തണ്ട് വളരെ മിനുസമുള്ളതും നേർത്തതുമായിരിക്കും. കാണ്ഡം പിരിഞ്ഞതും ഇലകൾ ഇതിനെ ചുറ്റിപ്പറ്റിയുമാണ് കാണുന്നത്. ഇതിൻ്റെ ഇലകൾക്ക് ഏകദേശം 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. അടിഭാഗം ഒരു വശത്തേക്ക് ചെരിഞ്ഞ് രോമങ്ങളുള്ളതും ആയിരിക്കും. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് സാധാരണയായി ഇതിൻ്റെ പൂക്കാലം. ഇതിൻ്റെ പൂക്കൾ വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ സഹപത്രങ്ങൾക്ക് ചുവപ്പ് നിറമായിരിക്കും ഉണ്ടായിരിക്കുക. മധ്യഭാഗത്ത് മഞ്ഞ നിറവും കാണാറുണ്ട്. ഇഞ്ചിപ്പാവ് പോലുള്ള കിഴങ്ങുകളാണ് ഇതിൻ്റെ മൂലപടലം. ഫലങ്ങൾ 2 സെൻറ്റിമീറ്റർ വരെയുള്ള ക്യാപ്സ്യൂളുകളായി കാണപ്പെടുന്നു. ഇവയ്ക്ക് 3 കോണുകളും ഉണ്ടായിരിക്കും. സ്വതവേ ചുവപ്പ് നിറത്തിലാണ് ഇവ കാണുന്നത്. വിത്തുകൾക്ക് പച്ച കലർന്ന കറുപ്പ് നിറവുമായിരിക്കും ഉണ്ടായിരിക്കുക. ശക്തമായ ഒരു ഗർഭാശയ സങ്കോചന ഔഷധമാണ് ഇത്. കൊട്ടം എന്ന പേരിലും ചിലർ ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് നടത്തിയ ചില ഗവേഷണങ്ങളിൽ ഈ സസ്യത്തിൻ്റെ കന്തത്തിൽ സ്റ്റിറോയിഡുകൾക്ക് കാരണഭൂതമായ ഡയോസിൻ ജെസിൻ എന്ന പദാർത്ഥം ധാരാളമായി അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ബീറ്റാസൈറ്റോസ്റ്റിറോൾ, സ്റ്റാർച്ച്, സഫോവിൻ തുടങ്ങിയ രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ അഗ്നിദീപ്തി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിബന്ധത്തിന് ഒരു ഉത്തമ ഔഷധമാണ്. പ്രമേഹം, കുഷ്ഠം, ജ്വരം തുടങ്ങിയ രോഗങ്ങൾക്കും ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഇവ രക്തദോഷത്തെ ശമിപ്പിക്കുന്നു. കൂടാതെ ഉത്തമ വാജീകരണ ഔഷധമായിട്ടും ഇവയെ ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് സംസാരിക്കും. ചണ്ണക്കിഴങ്ങ് ഒരു വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അതേസമയം ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ അത്ഭുത ഫലസിദ്ധിയുള്ളതാണ്. ഇത് ഈ ഹോർമോൺ, ലൈംഗിക ഹോർമോൺ ശരീരത്തിൽ കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഗർഭാശയത്തിന് സങ്കോചം ഉണ്ടാക്കും. അത് തന്നെ ഈ ഗർഭിണികൾക്ക് ഈ സാധനം കൊടുക്കാൻ പാടില്ല. അതുപോലെ ഈ കൃത്രാർത്ഥം, അതായത് ഈ മാസക്കുളി സമയത്തുണ്ടാകുന്ന വേദനയ്ക്ക് ഈ ചണ്ണക്കിഴങ്ങ് അരച്ച് ഒരു 2-3 ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ഗർഭാശയ സങ്കോചം ഉണ്ടാക്കിയിട്ട് ആ വേദന കുറയ്ക്കും. അതേസമയം വല്ലാണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് അധികമായിട്ട് ബ്ലീഡിങ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ലൈംഗിക ഹോർമോൺ കൂട്ടിയിട്ട് ഈ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ ഈ ഇതിൻ്റെ കിഴങ്ങ് ദിവസേന തേനിൽ ചാടിച്ച് കഴിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതൊരു ഉത്തേജനമാണ്, ശരീരത്തിന് ബലം കൊടുക്കുന്ന ഒരു സാധനമാണ്. ഇത് ദിവസേന ഒരു കിഴങ്ങ് എടുത്തിട്ട് ഒരു കറി പോലെ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ അതിൻ്റെ പൊടി ചേർത്ത് തേനിലോ വെണ്ണയിലോ ചാടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഊർജ്ജസ്വലത ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും.